എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ കുറേ പേര് പറഞ്ഞു. ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ, പ്രത്യേകിച്ച് ദിയ കൃഷ്ണയുടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് കിട്ടുമ്പോഴത്തേക്ക് ആൾക്കാരത് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ പബ്ലിക്കിന്റെ മുന്നിൽ അവനും ഇതുപോലെ ഒരു തെറ്റുകാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതിനിപ്പം ഇവിടെ പെൺകുട്ടിയെന്നോ ആൺകുട്ടിയെന്നോ ഒന്നുമില്ല. ഇതിപ്പം ഇവർ ചെയ്തത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട് കൺസ്യൂമർ കോർട്ടിലെ കേസ് കൊടുത്തത്. നിങ്ങൾക്ക് ഇവരുടെ പേരിൽ കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം. അതിനിപ്പോൾ സ്ത്രീ ആയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പുരുഷനായതിൻ്റെ പേരിലോ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ അനന്തുവിനെ കൊണ്ട് വീഡിയോ ഇട്ടിട്ട് സ്പോട്ടിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് ആക്സിഡന്റ് എടുത്ത് അവയിട്ടേക്കുന്ന 4 വീഡിയോ നിങ്ങളെ കൊണ്ടെടുത്ത് കളയിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇവരുടെ പേരിലും കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു സൈഡിൽ മാത്രം എല്ലാവരും കൂടെ ഒരുത്തനെ മാത്രം നമ്മൾ അതെ, ഒരുത്തനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ കേസ് കൊടുക്കുകയാണെങ്കിൽ ആ ചേച്ചിയുടെ പേരും കൂടെ കൊടുക്കുക. അവരാണല്ലോ ഇതെല്ലാം കൊണ്ട് തന്നതൊക്കെ. അവനതെടുത്ത് റിയാക്ട് ചെയ്യും. ഇപ്പോൾ യൂട്യൂബേഴ്സ് ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരും അത് കറക്റ്റ് റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തെളിയിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഓക്കെ, ഇപ്പം എത്ര കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇറങ്ങി ചിന്തിച്ചപ്പോഴാണ് ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ആ ഒരു കാര്യത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം എല്ലായിടത്തും നിങ്ങൾ ക്ലീൻ ആയിട്ടുണ്ട്. സത്യത്തിൽ ആ ഉപ്പുമുളകും സഹിച്ചുള്ള കാര്യം ആൾക്കാർ മറന്നു. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന അല്ലാതെ കുറേ ആൾക്കാരെ അതെല്ലാം ആൾക്കാർ മറന്നു. ഓക്കെ, എന്തായാലും നിങ്ങൾ സേഫ് ആയില്ലേ? ഓക്കെ, എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവൻ്റെ വീട്ടിലും അമ്മയും പെങ്ങളുമാരൊക്കെ ഉള്ളതാണ്. ഈ ഞരമ്പ് രോഗ്യം പ്രയോഗം എന്നൊക്കെ പറഞ്ഞാൽ അത്ര എന്താ പറയണ നല്ല ഇതൊന്നും അല്ല. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചായിരിക്കാൻ നല്ലതൊക്കെ ആയിരിക്കും. ഇതിൽ കൂടുതലൊന്നും ഈ സഹോദരന് പറയാനില്ല. എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു ഓൾ. അപ്പം എന്താ പറയണ്ടേ, ദിയുടെ ഭാഗത്ത് അവർ കറക്റ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആ ഒരു കസ്റ്റമറിൻ്റെ ഇടയിൽ സംഭവിച്ച കാര്യം ആ ഒരെണ്ണം മാത്രം, ബാക്കി പെൻഡിങ്. ബൈ, ലവ് യു.